ഒന്നാമത്തെ ഇക്കായിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ബേട്ടി കെ നാം. ബേട്ടി കെ നാം എന്ന് പറഞ്ഞാൽ മകൾക്കായി. ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. പേജ് നമ്പർ 14. 1947 के पूर्व 2 सदियों तक भारत ब्रिटिश राज के अधीन था. 1947 1947 മുൻപ് 2 सदियों तक भारत ब्रिटिश राज के अधीन था. ഭാരതം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ ആയിരുന്നു. भारत को स्वतंत्र बनाने के लिए न जाने कितनों ने अपनी जान की कुर्बानी दी. भारत को स्वतंत्र बनाने के लिए ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുവാനായിട്ട്, സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് ന ജാനെ കിത്തനോംനെ അപ്നി ജാൻ കി കുർബാനി ദി. ജാൻ കുർബാനി ദേന ജീവൻ സമർപ്പിക്കുക, അല്ലെങ്കിൽ രക്തസാക്ഷിയായി തീരുക. എത്ര പേര്, അതിന് കണക്കില്ല, എത്ര പേരാണ് തങ്ങളുടെ ജീവിതത്തെ ഭാരതം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നൽകിയത്. ഇതിഹാസ് സാക്ഷി ഹേ കി 1857 से भारत की स्वतंत्रता की लड़ाई शुरू हुई थी. ഇതിഹാസ് സാക്ഷി ഹെ. ഇതിഹാസ് ചരിത്രം. ഹിന്ദിയിൽ ചരിത്ര എന്ന് പറഞ്ഞാൽ സ്വഭാവം. ഇതിഹാസ് സാക്ഷി ഹെ കി 1857 से भारत की स्वतंत्रता की लड़ाई शुरू हुई थी. 1857 ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടുള്ള സമരം തുടങ്ങി. ഇതിഹാസ് കെ പന്നോം കാ ഏക് ഹിസ്സ യഹാം ആപ്കെ സാമനെ ഹേ. ഇതിഹാസ് കെ പന്നോം കാ ഏക് ഹിസ്സ. പന്ന പേജ്, ചരിത്രത്തിൻ്റെ ഒരു പേജിൻ്റെ ഒരു ഭാഗം ഇവിടെ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. ബ്രിട്ടീഷ് സർക്കാർ ने 1857 की स्वतंत्रता की पहली लड़ाई को परास्त कर दिया. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. പരാസ്ത് കർണ, പരാജയപ്പെടുത്തുക. ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. ഉൻഹോംനെ दिल्ली के अंतिम मुगल शासक बहादुर शाह जफर को 4 दिसंबर 1858 को मगर नामक ब्रिटिश युद्धपोत से रंगून भेज दिया. उन्होंने दिल्ली के अंतिम मुगल शासक, दिल्ली के अंतिम मुगल शासक का नाम क्या है? बहादुर शाह जफर को क्या किया? 1858 മഗർ നാമക് ബ്രിട്ടീഷ് യുദ്ധപോത്. യുദ്ധപോത് എന്ന് പറഞ്ഞാൽ യുദ്ധക്കപ്പൽ. അപ്പം മഗർ എന്ന് പറയുന്ന യുദ്ധക്കപ്പലിൽ ബഹാദുർ ഷാ ജഫറിനെ എവിടേക്ക് അയച്ചു? രംഗൂൻ ഭേജ് ദിയ. രംഗൂൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അയച്ചു. രംഗൂൻ മേം ഉൻകാ സഖ്ത പഹരാ ഥാ. ഇപ്പം രംഗൂനിലേക്ക് ഈ ബഹാദുർ ഷാ ജഫറിനെ നാട് കടത്തി. രംഗൂൻ മേം ഉൻകാ സഖ്ത പഹരാ ഥാ. അപ്പം രംഗൂനിൽ അദ്ദേഹത്തിന് കനത്ത സുരക്ഷയിലായിരുന്നു. സഖ്ത, കഠിനമായിട്ടുള്ള, കനത്തതായിട്ടുള്ള കാവൽ, പഹര, കാവൽ ഉണ്ടായിരുന്നു. മിൽനെ കി ഇജാസത് തോ ദൂർ വേ ഖുൽക്കർ കിസി സെ ബാത്ചീത് ഭി നഹീ കർ സക്തേ ഥേ. മിൽനെ കി ഇജാസത് തോ ദൂർ, അദ്ദേഹത്തിന് ആരെയെങ്കിലും കാണാമെന്ന് പോകട്ടെ. ഖുൽക്കർ കിസി സെ ബാത്ചീത് ഭി നഹീ കർ സക്തേ ഥേ. ആരോടും അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും ഉള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. സഖ്ത് നസർബന്ദി के बावजूद बहादुर शाह जफर ने अपनी कुछ चिट्ठियाँ दिल्ली पहुँचाई. സഖ്ത് നസർബന്ദി के बावजूद. നസർബന്ദി എന്ന് പറഞ്ഞാൽ തടങ്കലിൽ. അപ്പം അദ്ദേഹം തടങ്കലിൽ, കനത്ത സുരക്ഷിതത്തിൽ അല്ലെങ്കിൽ തടങ്കലിൽ ആയിരുന്നിട്ടും, ബാവജൂദ് ആയിരുന്നിട്ടും ബഹാദുർ ഷാ ജഫറിനെ അപ്നി കുച്ച് ചിട്ടിയാം, കനത്ത നിരീക്ഷണത്തിലായിരുന്നിട്ടും ബഹാദുർ ഷാ ജഫർ എന്തോ എടുത്തു? അപ്നി കുച്ച് ചിട്ടിയാം,
തൻ്റെ കുറേ എഴുത്തുകൾ ദില്ലി പहुंचाई, ഡൽഹിയിൽ എത്തിച്ചു. കുൽസും ജമാനി ബേഗം ബഹാദുർ ഷാ ജഫർ की बड़ी बेटी थी. കുൽസും ജമാനി ബേഗം ബഹാദുർ ഷാ ജഫറിൻ്റെ മകളുടെ പേരാണ്. വേ ദില്ലി മേം അംഗ്രേസോം കി കൈദ് മേം थी. അപ്പോൾ ഈ മകൾ എവിടെയാണ്? ദില്ലി മേം അംഗ്രേസോം കി കൈദ് മേം थी. മകൾ ഡൽഹിയിൽ തടവിലാണ്. അച്ഛൻ രംഗൂനിൽ തടവിലാണ്. उन्होंने किसी तरह से एक खत अपने कैदी बाप को रंगून भेजा था. उन्होंने किसी तरह से एक खत. അപ്പോൾ ഈ മകള് ഒരു തടവിലാണ്. തടവിൽ നിന്നും ഒരു തരത്തിൽ ഒരു എഴുത്ത് എന്തെടുത്തു? കിസി തരസെ ഏക്ക് ഖത്ത്, ഏക്ക് പത്ര, ഏക്ക് ചിഠി അപ്പനെ കൈദി ബാപ്പ് കോ, തൻ്റെ തടവിലായിരിക്കുന്ന അച്ഛൻ രംഗൂനിലേക്ക് ഈ മകൾ ഒരു എഴുത്ത് അയച്ചു. ഉസ്കെ ജവാബ് മേം ലിഖി ഗയി ചിഠി യഹാം പേശ്. ഉസ്കെ ജവാബ് മേം, അപ്പം അച്ഛന് ഈ എഴുത്തിന്, മകൾ അയച്ച എഴുത്തിൻ്റെ മറുപടി, ജവാബ് മറുപടി, ലിഖി ഗയി ചിഠി ആ മകൾക്ക് അയക്കുന്നതായിട്ടുള്ള ലെറ്ററാണ് യഹാം പേശ് ഇവിടെ പ്രസ്തുത്, ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പം ഡൽഹിയിൽ നിന്നും രംഗൂനിലേക്ക് മകൾ അച്ഛനൊരു എഴുത്തെഴുതി. അച്ഛൻ ആ എഴുത്തിൻ്റെ മറുപടി അയക്കുന്നതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള പാഠം ബേട്ടി കെ നാം.